ക്രിസ്തേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ വന്ദനം ചെയ്യാണ്. ഒരു പ്രാവശ്യം കൂടി ഈ ക്രിസ്തീയ സാക്ഷിത്വം എന്ന പരമ്പരയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുവാൻ കൊണ്ട് പോവുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം സർവായുധ വർഗം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് അവിടുത്തെ വചനത്തെ ധ്യാനിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരവസരം കൂടി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ധ്യാനയോഗത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കേൾവിക്കാരെ പ്രത്യേക പരിശുദ്ധാത്മ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഈ കാലാന്ത്യത്തിൽ അടികൾ ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. അതേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നാം ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ പരമ്പരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് യുദ്ധത്തെക്കുറിച്ചുള്ളതായ കാര്യം പറഞ്ഞു. ഇന്ന് സർവായുധ വർഗത്തെക്കുറിച്ചുള്ളതായ വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വലിയ ഒരു യുദ്ധമാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ പിശാചും മനുഷ്യനും അല്ലെങ്കിൽ വൻ പോരാട്ടം എന്നുള്ള വ്യവസ്ഥയിന്മേൽ മാനുഷിക ആത്മീയ ജീവിതത്തിന് വേണ്ടി, അതേ ആത്മീയ നിറവിന് വേണ്ടി ഉള്ള ഈ വൻ പോരാട്ടത്തിൽ നമുക്ക് ഏവർക്കും ആവശ്യമായത് അത് ദൈവം തരുന്നതായ സർവായുധ വർഗമാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഞാൻ ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അപ്പോൾ ദൈവം നമുക്ക് തരുവാൻ പോകുന്നതായ ഒരു സർവായുധ വർഗത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. കാരണം നമുക്കറിയാം, ഒരു യുദ്ധത്തിന് വേണ്ടി, ഈ ആത്മീയ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാം സാധാരണ ഈ ഒരു അഭ്യാസമുറയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരുങ്ങാതെ പോവുകയാണെങ്കിൽ വെറും വെടികൊണ്ട് അല്ലെങ്കിൽ വെട്ടുകൊണ്ട് ചാകുന്ന ഒരവസ്ഥ വരരുത്. പിന്നെ ഈ ആത്മീയ യുദ്ധത്തിൽ കണിശമായിട്ടും നാം ഒരുങ്ങണം. ആ ഒരുക്കത്തിന് വേണ്ടിയാണ് വീണ്ടും ഞാൻ വായിക്കുന്നത്: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളണം എന്നാണ്. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ അനവധിയായ പ്രയാസങ്ങൾ അല്ലെ അനവധിയായ ദുർഘടങ്ങൾ നാം തരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നാൾ കഴിയും തോറും പ്രത്യേകിച്ച് പറയുമ്പോൾ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ജനത്തെ എങ്ങനെയെങ്കിലും ചതിവിൽ ചാടിക്കുവാൻ വേണ്ടിയുള്ളതായ പ്രവണതയിൽ ഓടി നടക്കുകയാണ്. അപ്പോൾ ഈ ഓടി നടക്കുന്നതിനിടയിൽ നാം തയ്യാറെടുപ്പില്ലാത്തവരാണെങ്കിൽ ഏത് ഭാഗത്താണ് വീഴ്ച ഭവിക്കുക എന്നറിയില്ല. ആയതുകൊണ്ട് ആ ഒരു സന്നാഹം നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഈ നടുക്കടലിൽ യാത്ര ചെയ്യുന്ന കപ്പൽ പലപ്പോഴും അതിന് ലക്ഷ്യമില്ലാതെ ഛേദപ്പെട്ട് നശിച്ചു പോകുന്നതായ ഒരു അവസ്ഥാവിശേഷം തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പൗലോസ് പറയുകയുണ്ടായി: ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയതാ ഒരു കാഴ്ച. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നത്? നമുക്കറിയാം, വലിയ കാറ്റും കൊടുങ്കാറ്റും വരുമ്പോൾ അതിൽപ്പെട്ട് അവർക്ക് അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ട് ഇവിടെ പറയുമ്പോൾ എന്താണ് പറയുന്നത്? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോവുകയാണ്. അപ്പോൾ ഇത് ഒരു ആത്മീയമായ അർത്ഥം അല്ലെങ്കിൽ ആത്മീയമായ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മുടെ വിശ്വാസ കപ്പൽ നശിച്ചു പോകും, നമ്മുടെ നല്ല മനസാക്ഷി നാം തള്ളിക്കളയും. കാരണം ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വീണ്ടും ഫിലിപ്പിയ ലേഖനം 3:14 ഞാൻ വായിക്കുന്നത്: ഒന്നു ഞാൻ ചെയ്യുന്നു. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? പിൻപിലുള്ളത് മറന്നിട്ട് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. ആ ഓട്ടക്കാരൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ലാക്കുണ്ട്. ആ ലാക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പരമവിളിയുടെ വിരുദിനായിട്ട് നാം ഓടുകയാണ്.
അപ്പോൾ കഴിഞ്ഞതെല്ലാം മാറുന്നുണ്ട്. അതായത് കഴിഞ്ഞതായ കാലങ്ങളിൽ അതേ പലതും സംഭവിച്ചിരിക്കാം. പക്ഷെങ്കിൽ നമ്മോട് ക്ഷമിച്ചു തരുന്നതായ, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവയെ പുറത്തു തരുന്നതായ ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെ ഒരു പുതിയ ജീവിതം നയിച്ചുകൊണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന പൗലോസ് പറയുന്നുണ്ട്. ആയതുപോലെ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലൂടെ മുൻപോട്ട് പോവുക. ആ മുൻപോട്ട് പോകുമ്പോഴും അവിടെയും നമുക്ക് എപ്പോഴും പൂമത്തെയാണ് അല്ലെങ്കിൽ എപ്പോഴും നല്ല കാലം ആണ് എന്ന് പറയുവാനൊക്കെ സാധിക്കില്ല. കാരണം ഈ ഭൂമിയിൽ അനവധിയായ പരീക്ഷണങ്ങൾ പിശാച് നമ്മെ എവിടെ കൊടുക്കുവാൻ സാധിക്കുമോ അത് കൊടുക്കുവാൻ വേണ്ടി അവന് കെണികൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കെണിയിൽപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? സർവായുധ വർഗം ധരിക്കണം. അതേ പ്രത്യേകിച്ച് പറയുമ്പോൾ നാം ഈ ജീവിച്ചിരിക്കുന്ന കാലത്തെക്കുറിച്ച് പറയുന്നത് കഷ്ടതയുള്ള കാലമാണ്, ദ ഈവിൾ ഡേയ്സ്. അപ്പോൾ ആ പഴയ നിയമകാലത്ത് യാക്കോബ് നമുക്കറിയാം ഫറവോനെ കാണുവാനൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ യാക്കോബ് ഈജിപ്തിൽ ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് കടന്നു വരുന്ന സാഹചര്യത്തിൽ ഫറവോനെ കാണുവാനൊക്കെ പോകുന്ന സമയത്ത് ഫറവോൻ ചോദിക്കുകയാണ്, അതെ നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ യാക്കോബ് പറയുന്ന ഇപ്രകാരമാണ്, എൻ്റെ ആയുഷ്കാലം, അതേ ഉൽപ്പത്തി 47:9 എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ, എൻ്റെ പിതാക്കന്മാരുടെ പ്രദേശ പ്രയാണം ആയുഷ്കാലം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എന്താണ്? ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമായിരുന്നു. അപ്പോൾ ഒരു കഷ്ടത നിറഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചാണ് എപ്പോഴും നാം ചുറ്റുപാടും കാണുന്നത്. ശരിയാണ്, വളരെ വളർച്ചയുണ്ട്, ലോകത്തിൽ നാഗരികത വളർന്നുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യന് ഇന്ന് അനവധിയായ സൗധങ്ങൾ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുകയാണ്, സ്വയം താമസിക്കുന്നതിനും അതുപോലെ വ്യാപാര കേന്ദ്രങ്ങളൊക്കെയും വളർന്നു വരികയാണ്, നഗരങ്ങൾ പല വില്ലേജുകളിൽ നിന്ന് നഗരത്തിൻ്റെതായ പ്രവണതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, പല രീതിയിൽ പല ആകൃതിയിൽ അല്ലെങ്കിൽ പല നിറത്തിൽ മൾട്ടിപ്പിൾ സ്റ്റോറിഡ് ബിൽഡിങ്സ്, അതായത് കെട്ടിടങ്ങളൊക്കെയും ദേശത്തൊക്കെയും ഉയർന്നു വരികയാണ്. അതെ, അനവധിയായ പുരോഗതി കാണുവാനൊക്കെ സാധിക്കും. പക്ഷേ ആത്മീയമായ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ വളരെ അരിഷ്ടതയാണ്. അത് സദൃശ്യവാക്യങ്ങൾ 15 വായിക്കുന്നത് അരിഷ്ടൻ്റെ ജീവനേക്കാളൊക്കെയും കഷ്ടകാലമാണ്. അതായത് ഓൾ ദ ഡേയ്സ് ഓഫ് ദി അഫ്ലിക്റ്റഡ് ആർ ഈവിൾ. അപ്പോൾ കഷ്ടകാലം നിറഞ്ഞതായ ഒരു സമയത്താണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? നാം അതിനുവേണ്ടി ദൈവ വരവിന് വേണ്ടി ഒരുങ്ങുക. പ്രവാചകനായ ആമോസ് പറയുമ്പോൾ, നിങ്ങൾ ദുർദിവസം അകറ്റി വയ്ക്കുകയും സാഹസത്തിൻ്റെ ഇരിപ്പിടം അടിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ അനർത്ഥം നിറഞ്ഞതായ അല്ലെങ്കിൽ ദുർദിവസങ്ങൾ ഒക്കെയും ആണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ട് ആ ചുറ്റുപാടുകളെ നേരിടുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് പറയുമ്പോൾ അരിഷ്ടങ്ങളെ നേരിടുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ഒരുങ്ങേണ്ടതായ ആവശ്യമുണ്ട്. അതേ, പിന്നെയും നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 2 കൊരിന്ത്യർ 5:4 ഞാൻ വായിക്കുന്നു, ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരുങ്ങുകയാണ്. ഈ കൂടാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ, പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരം. അതേ, പാപപങ്കിലമായ ഈ ലോകത്തിൽ, രോഗവും ദുഃഖവും പ്രയാസവും നിറഞ്ഞതായ ഈ ലോകത്തിൽ മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഹൃദയ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതെ സന്തോഷിപ്പാൻ തക്കവണ്ണം സാധിക്കും. അതൊരു സന്തോഷ കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടത് പ്രതിയോഗിയായ, അതായത് പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 5:8 പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ഇപ്പോൾ ആരെ വിഴുങ്ങേണ്ടു എന്നുള്ള ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, അതായത് ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്ന ആൾക്കാരെ അവൻ എങ്ങനെയും അവൻ്റെ പക്ഷത്താക്കുവാൻ വേണ്ടിയുള്ളതായ ഉപാധികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീണ്ടും വെളിപാടുകാരൻ പറഞ്ഞത് 12 വെളിപാട് 12 ഞാൻ വായിക്കുന്നത്, പിശാച് തനിക്ക് കാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിശാച് നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. എന്നാൽ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താനും തൻ്റെ അനുയായികളും ഏതൊരു വ്യക്തി യേശുവോട് അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നുണ്ടോ അവനെ എങ്ങനെയെങ്കിലും തെറ്റിക്കുവാൻ തക്കവണ്ണം ഉള്ള ഉപാധികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ സംശയമായിരിക്കാം, അത് ചിലപ്പോൾ ഈ ഏറ്റക്കുറച്ചിലായിരിക്കാം, സൗന്ദര്യപ്പിണക്കമായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ആകർഷിപ്പാൻ തക്കവണ്ണം പിശാച് അവന് വേണ്ടിയുള്ളതായ കെണികളിങ്ങനെ ഒരുക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് പിശാചും തൻ്റെ അനുയായികളും ഇങ്ങനെ ഇങ്ങനെ ചുറ്റുപാടും നമുക്കുള്ളതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി അവൻ്റെ കെണിയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ
ഇരിക്കാൻ വേണ്ടി വളരെ ജാഗരൂകരായി പ്രാർത്ഥനയോടെ തിരുവചനം പഠിച്ചുകൊണ്ട് ജീവിക്കണം. അതിനുവേണ്ടിയാണല്ലോ വീണ്ടും പൗലോസ് പറയുമ്പോൾ 2 തിമോത്തി 3:12 ഞാൻ വായിക്കുന്നത്, എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. അതായത് ഇത് പ്രതീക്ഷിക്കാം. കാരണം കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, ഉപദ്രവങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പറയുമ്പോൾ രോഗം ദുഃഖങ്ങൾ. ഇന്നത്തെ കാലത്തെ രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അറിയാത്ത പേരില്ലാത്ത അനേക രോഗങ്ങളാണ്. എന്തെങ്കിലും ഡോക്ടർമാർ പറയും വൈറസ് ഫീവർ, അല്ലെങ്കിൽ അത് ആ ഫീവർ, ഈ ഫീവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് ഒരു പേര് ഇടാൻ തക്കവണ്ണം സാധിക്കാത്ത നിലവാരത്തിൽ വരുന്ന ഒരവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കുക. അതേ മനുഷ്യൻ ഇന്ന് കഷ്ടപ്പെടുന്നതായ കാര്യത്തിൽ അതേ ആശുപത്രികളിൽ പോയി സന്ദർശിക്കുകയാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ കാരണവശാൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോയി. റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോയപ്പോൾ അതേ പ്രത്യേകിച്ച് മലയാളികളായ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി പാട്ട് പാടാൻ തക്കവണ്ണം ഉള്ള ഒരു സന്നാഹവുമായിട്ടാണ് പോയത്. അപ്പോൾ അവർക്ക് വേണ്ടി പാട്ട് പാടിയപ്പോൾ കേരളത്തിൽ ഞാൻ വന്നതുകൊണ്ട് എന്നോട് മലയാളത്തിലോട് സംസാരിക്കാൻ സംസാരിച്ചപ്പോൾ അവർ ചിലർ അതേ ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്, ക്രിസ്ത്യ കുടുംബത്തിൽ നിന്നാണ്, അല്ലെ മുസ്ലിം സമുദായത്തിൽ നിന്നാണ്, എവിടെ നിന്നായിരുന്നാലും തന്നെയും അവരുടെ നടുവ് തകർന്നു പോയിരിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർ തളർന്നു കിടക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും കോരിക്കൊടുത്താൽ കഴിക്കും. ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയി അവരെ ബാത്റൂമിൽ അത് കൊണ്ടുപോകാൻ സാധിക്കുക, ചിലരെ എടുത്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്നാണ് അവർ ഈ വിസർജ്യ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അപ്പോൾ നാം ഓർത്ത് നോക്കുക, ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ അതേ ഒന്ന് സ്പർശിച്ചാൽ അല്ലെങ്കിൽ പ്രയാസം വന്നാൽ അതോടുകൂടി അവനൊരു പച്ചക്കറി മാതിരിയായി തീരുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതായ കാര്യങ്ങളൊക്കെയും എന്താണ് നാം ഇത് കാണുമ്പോൾ അത് എന്താണ്, അത് ദൈവവുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുക അത്രേ വേണ്ടത്. വീണ്ടും പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് 4:12 വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അതിശയകരമായിട്ട് അയ്യോ ഈ ദൈവമേ ഇതിങ്ങനെ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കാനുള്ളതായ കാര്യങ്ങളൊക്കെയും ഉണ്ട്. പിശാചായവൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം ഓർത്തിരിക്കുക. കാരണം ഈ കാലാന്ത്യത്തിൽ അത് അനവധിയായ പരീക്ഷകൾ വരും. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ അതേ നമുക്കറിയാം എത്രമാത്രം രീതിയിൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ട്, അതുപോലെ തന്നെ ചുഴലിക്കാറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഭൂകമ്പങ്ങളുണ്ട്. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അതൊക്കെയും അതേ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു തലനാരിന്മേൽ മാത്രം രക്ഷ പ്രാപിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് വിശ്വാസക്കപ്പൽ തകർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെല്ലുക. അതുകൊണ്ടാണല്ലോ ഈ പറയപ്പെട്ട, അതായത് ദൈവത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക എന്നിങ്ങനെ പറയുന്നത്. ഇനിയും അവിടെ കൊണ്ട് മാത്രമല്ല, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അതേ ഈ സർവായുധവർഗം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതായത് ഓരോ ദൈവ പൈതലിനും അതേ തനിക്ക് വരുവാനിരിക്കുന്ന പരീക്ഷകളെ അതിജീവിപ്പാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് തയ്യാറെടുക്കണം. ആ തയ്യാറെടുപ്പ് സാധാരണ നാം ഈ കഴിഞ്ഞ ദിവസം യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, പട്ടാളക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെക്കുറിച്ച് അല്ലെങ്കിൽ പരിശീലനത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കുറേ NCC കേഡറ്റ്സ് അവർ ചില ട്രെയിനീസായിട്ട് അവർ പോകാൻ വേണ്ടി വരികയുണ്ടായി. അപ്പോൾ അവരോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ പറയുകയാണ്, ഈ കുട്ടികൾ അല്ലെങ്കിൽ അവർ ചെറുപ്പക്കാരാണ്, ഈ ചെറുപ്പക്കാർ വളരെയധികം ഡിസിപ്ലിൻഡാണ്. കാരണം മറ്റ് ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ആട്ടായി പാട്ടായി അല്ലെങ്കിൽ കൂട്ടമായി ബഹളമായി ശബ്ദകോഹലമാണ്. എന്നാൽ ഇവരാകട്ടെ ഒരു ശബ്ദത്തിൽ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുകയും അവരുടെ ഇടപാടുകളും അവരുടെ പോക്കുവരവ് രീതികളെല്ലാം വളരെ ഡിസിപ്ലിൻഡാണ് എന്ന് പറഞ്ഞതുപോലെ നാം പട്ടാളത്തിൽ പോവുകയാണെങ്കിൽ പടയാളികൾക്ക് അവരുടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ വളരെ ഡിസിപ്ലിൻഡാണ് എന്ന് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും വളരെ പരിശീലനം നേടി അല്ലെങ്കിൽ ഈ യുദ്ധക്കളത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ പിശാചുമായുള്ള യുദ്ധത്തിൽ പിശാച്
നമ്മേക്കാൾ വളരെ ശക്തിയുള്ളവനാണ്. എന്നാൽ ആ ഒരു പിശാചിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തി തരുന്നതാണ് അവൻ്റെ സർവായുധവർഗം. അത് ധരിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ഒരുക്കമുള്ളവരായിരിക്കണം. അതേ, പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ ലോകത്തിൽ അനേക കാര്യങ്ങളുണ്ട്. അതേ, അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 4:4 ഞാൻ വായിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ദൈവമില്ല എന്ന് പറയുന്നത് കുറച്ച് അല്ലെങ്കിൽ 1-2 ക്ലാസ് പഠിച്ചവരല്ല, അറിവില്ലാത്തവരല്ല. അവർ വളരെ പഠിച്ച് പാണ്ഡിത്യമുള്ളവരാണ്. ശാസ്ത്രീയമായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് ദൈവമില്ല, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വേദപുസ്തകത്തിൽ ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് പരിണാമ സിദ്ധാന്തികൾ പറയുന്നത് ദൈവത്തെ കൂടാതെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ദൈവമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് ദൈവികമായിട്ടുള്ള ബന്ധം വേണ്ട. അപ്പോൾ ആ ഒരവസ്ഥ, അതിനുവേണ്ടി പിശാച് പല തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട്, പരിണാമവാദമായാലും കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മനുഷ്യവിരുദ്ധമായി ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചായിരിക്കുക, എന്തു തന്നെയായിരുന്നാലും അങ്ങനെയുള്ള ശക്തികൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് അത് യുക്തമാണെന്ന് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ കാണുമ്പോൾ അത് കറക്റ്റായിരിക്കും, ഇവർ പറയുന്നത് ശരിയാ, ദൈവമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ന് സഭാ മേലധ്യക്ഷന്മാർ വരെയും അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ദൈവം ആരാണ്? ഈ ലോകത്തിൻ്റെ ദൈവം മറ്റാരുമല്ല, ലൂസിഫർ എന്ന പിശാചാണ്. ആ പിശാച് എന്ത് ചെയ്യുന്നു? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. വിശ്വാസികളുടെ അല്ല, അവിശ്വാസികളുടെ. അതേ, അവിശ്വാസം പറഞ്ഞാൽ അവരിങ്ങനെ വിശ്വാസികളായിരുന്നവരാണ്, സാഹചര്യങ്ങൾ കൊണ്ട്, അവരുടെ ചുറ്റുപാടുകൾ കൊണ്ട് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് അവരെ എന്ത് ചെയ്തു? അവരുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുകയാണ്. ഈ മനസ്സിനെ കുരുടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ണ് ഇല്ല എങ്കിലും നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഒരു സാവശ്യം. അതായത് നമുക്കറിയാം, ഒരു ഇന്ദ്രിയത്തിൻ്റെ ശക്തി കുറവാണെങ്കിലും ദൈവം എന്ത് ചെയ്യുന്നു? ആ ശക്തി മറ്റൊരു ഇന്ദ്രിയത്തിലൂടെ, അല്ലെങ്കിൽ കണ്ണില്ലാത്തവർക്ക് വേറെ ശക്തികൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആരെങ്കിലുടെ ശബ്ദം കേട്ട് അവർക്ക് പെട്ടെന്ന് ആളിനെ തിരിച്ചറിയാൻ തക്കൊണ്ട് സാധിക്കും, സംസാരം തിരിച്ചറിയാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. എന്നാൽ ഇതല്ല, ഇത് അവിശ്വാസികളെ മനസ്സിനെ കുരുടാക്കിയാൽ, കണ്ണല്ല മനസ്സിനെ കുരുടാക്കിയാൽ പിന്നെ സാധിക്കുന്നത് ഒരു കാര്യവും നടക്കുകയില്ല. അപ്പോൾ ആ ഒരവസ്ഥ വരാതിരിക്കാൻ തക്കവണ്ണം നാം എന്തു ചെയ്യണം എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്, സർവായുധവർഗം. അതെ, ഇത് സാധാരണ ഉള്ള ഒരു ഉപകരണം. ഇന്നത്തെ കാലത്ത് ഈ ലേസർ വാളുകൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പുതിയ ആധുനിക, അതായത് മനുഷ്യനെ കളിപ്പിക്കാനുള്ളതായ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെയും നന്മയ്ക്ക് വേണ്ടിയാണ്, നന്മയ്ക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവമെങ്കിലും അതെന്ത് ചെയ്യുന്നു? തിന്മയിലേക്ക് പോവുകയാണ്. ആയതുകൊണ്ട് ഈ ലൗകികമായ ഉപകരണങ്ങളെക്കാൾ ഉപരിയായിട്ട് സ്വർഗീയമായ ഉപകരണങ്ങളാൽ പിശാചിനെ നേരിടുവാൻ തക്കവണ്ണമാണ് ഇപ്പോൾ തിരുവചനത്തിൽ അനുശാസിക്കുന്ന സർവായുധവർഗം, ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. എഫേസ് ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ 1-ാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അതെ, നാം അരയ്ക്ക് കെട്ടേണ്ടത് എന്താണ്? മറ്റൊന്നുമല്ല, സത്യമാണ് കെട്ടേണ്ടത്. അതായത് നമുക്കറിയാം, ഈ ചുറ്റുപാടുകളിൽ അസത്യത്തിൻ്റെതായ പല വഴികളുണ്ട്, പല രീതികളുണ്ട്. എന്നാൽ അവയിൽപ്പെട്ട് നശിച്ചു പോകാനല്ല, പിന്നെയോ സത്യം നാം അരയ്ക്ക് കെട്ടുക. ഇപ്പോൾ സത്യമുണ്ടെങ്കിൽ അസത്യത്തിന് അവിടെ കാര്യമില്ല, അവിടെ പ്രസക്തിയില്ല. അതുപോലെ തന്നെ വീണ്ടും 14 തന്നെ വായിക്കുന്നത്, നീതി എന്ന കവചം ധരിക്കുക. നമ്മുടെ കവചം മറ്റൊന്നുമല്ല, പഴയ കാലങ്ങളിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു ആൾ, അതായത് നമ്മുടെ ശരീരത്തിൽ അവരിടുന്ന വസ്ത്രം, അത് ഒരു കവചമാണ്. ആ കവചം എന്തിനു വേണ്ടിയാണ്? നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അഥവാ ഒരു വാൾ തെറ്റിയും നമ്മുടെ ദേഹത്ത് ഒന്ന് കൊണ്ടാൽ തന്നെയും അത് ഒരു മുറിവുണ്ടാക്കില്ല, കാരണം നാം കവചം ചെയ്തിട്ടുണ്ട്. ഈ കവചം എന്താണ്? നീതി എന്ന കവചമാണ്, അനീതിയല്ല, പിന്നെ നീതിയുടെ കവചമാണ്. അത് നമ്മെ സകല അനീതിയിൽ നിന്നും പോക്കുന്നതാണ്. വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോൾ, അതേ, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് നാം കെട്ടുക. അതായത് ഫീറ്റ് ഷോർട്ട് വിത്ത് എ പ്രിപ്പറേഷൻ ഓഫ് ഗോസ്പൽ ഓഫ് പീസ്. അതായത് സമാധാന സുവിശേഷത്തിനുള്ളതായ ഒരുക്കം
അതായത് സുവിശേഷം എന്ന് പറയുന്നത് നല്ല വർത്തമാനം. അപ്പോൾ ആ നല്ല വർത്തമാനം, അതായത് സമാധാനത്തിന് വേണ്ടിയുള്ളതായ സുവിശേഷം നാം ധരിക്കുക. അത് നമ്മുടെ കാലിന് എന്താണ്? ചെരുപ്പാണ്. അതായത് ഭൂമിയിൽ നിന്നുള്ളതായ മുള്ളോ പറക്കാരെയോ അങ്ങനെ ആ രീതിയിലുള്ള എന്ത് തന്നെ വന്നിരുന്നാലും അതിനെ ചെറുക്കുവാൻ തക്കവണ്ണം സാധിക്കുവാനാണ് ഇത് ധരിക്കുന്നത്. വീണ്ടും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പ്. അതായത് പഴയ കാലങ്ങളിൽ അമ്പ് എയ്യുമ്പോൾ അവർ ചെയ്യുന്നത് അതിൽ തീ പിടിപ്പിക്കും. അപ്പോൾ ആ തീ വന്ന് കൊള്ളുകയാണെങ്കിൽ അത് മനുഷ്യനെ ദഹിപ്പിക്കാൻ തക്കവണ്ണുള്ളതായ അല്ലെ അത്രമാത്രം കഴിവുള്ളതാണ്. എന്നാൽ ഇതാണ് എല്ലാറ്റിനും മീതെ ദുഷ്ടന് തീയുമ്പും ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊള്ളുക. അതായത് നമുക്കൊരു പരിചയമുണ്ട്. ആ പരിചയത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസം എന്ന പരിചയമാണ്. അതായത് വിശ്വാസം ഞാൻ ഈ പറഞ്ഞ സാധാരണ ഉള്ള വിശ്വാസമല്ല, നിറഞ്ഞ വിശ്വാസം. ഒരു കടുകുമണിയുടെ വിശ്വാസത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി. അതെങ്ങനെ എപ്രകാരമുള്ളതാണ്? അത് നിറഞ്ഞതാണ്. ആ നിറവുള്ളതായ വിശ്വാസം അവിശ്വാസത്തിൻ്റെ കണികളെ അവിടെ ഇല്ലാതാക്കും. അതുകൊണ്ട് അവിശ്വാസത്തിന് അവിടെ സ്ഥാനമില്ല. അപ്പോൾ നിറഞ്ഞ വിശ്വാസമുള്ളവരായി ജീവിക്കുക. പിന്നെ നാം താഴോട്ട് വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് രക്ഷയെന്ന ശിരസ്ത്രം. അതായത് തലയിൽ എടുത്തിരിക്കുന്നത് എന്താണ്? ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. സാധാരണ നമുക്കറിയാം ഇന്ന് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം അഥവാ ഒരു അപകടത്തിൽപ്പെട്ടവൻ താഴെ വീഴുകയാണെങ്കിൽ തലയ്ക്ക് ഒരു അപകടവും പറ്റരുത്. എന്നാൽ ഇവിടെ പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രമാണ്. അതായത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. അതായത് നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് രക്ഷ എന്ന ശിരസ്ത്രമാണ്. അത് ധരിക്കുക. ഇനി വീണ്ടും നാം വായിക്കുന്നൊരു 17-ാമത്തെ വാക്യത്തിൽ ദൈവവചനമെന്ന ആത്മാവ് അല്ലെങ്കിൽ ദൈവവചന ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവെന്നതായ ദൈവവചനം അത് നമ്മൾ വാളാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് നാം യുദ്ധം ചെയ്യേണ്ടത്. അങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോൾ പിന്നെ താൻ വീണ്ടും പറയുകയാണ്, സകല പ്രാർത്ഥനയാലും അതായത് യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത പ്രാപിക്കണം. അപ്പോൾ എന്താണ്? ദൈവത്തോട് നാം ചേരുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ടതായ കാര്യമാണ്. അതെ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൽ പ്രകാശിക്കണം. അതെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ കണിശമായിട്ടും അത് നമ്മെ നിറവുള്ളവരാക്കി തീർക്കും. എന്തിനു വേണ്ടി? ദൈവത്തിന് കൊള്ളാവുന്നവരായി. അങ്ങനെയുള്ളതായ അനുഭവമുള്ള അനേകരെക്കുറിച്ച് തിരുവചനത്തിൽ അനുശാസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വായിക്കാം. സ്തേഫാനോസ്, അതുപോലെ പൗലോസ്, അങ്ങനെ ദൈവത്തിന് വേണ്ടി നിലനിന്നവരായവരൊക്കെയും എപ്രകാരം നിന്നു? അവർ സത്യത്തിന് വേണ്ടി നിലനിന്നു. അതുപോലെ അവർ എന്ത് കഷ്ടം വന്നാലും സഹിച്ചുകൊണ്ട് നിന്നു. ആയതുപോലെ അവർ എന്തും നേരിടുവാനുള്ള സന്നാഹമുള്ളവരായിരുന്നു. ആയതുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ ഈ ധ്യാനയോഗത്തെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് അതേ കേൾവിക്കാരെ കർത്താവ് കൃപയിൽ സൂക്ഷിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, അതേ ഈ വലിയ പോരാട്ടത്തിൽ വിജയാളികളായി യേശുവിനെ പോലെ വിജയാളികളായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ ശക്തി അടിയങ്ങൾക്ക് തരണമേ. കൃപയിൽ സൂക്ഷിക്കണമേ. യേശുവിൽ കൂടി താഴ്മുടുമനയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് കൂടുതലായി അറിയുവാനെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ എഴുതുക. കണിശമായിട്ടും പോക്ടീം അംഗങ്ങൾ നിങ്ങളുടെ എഴുത്തിന് മറുപടി നൽകുന്നതായിരിക്കും. ആമേൻ.